ഗൈസ് നമ്മുടെ 220 അപ്പോൾ ഏകദേശം 4-5 മാസമായി കട്ടപ്പുറത്തായിട്ട്. ഇന്നാണ് അങ്ങനെ കാർബറേറ്ററൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്ത്. ഇനിയും കുറച്ച് വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അത്യാവശ്യം പുറമേ ഉള്ള പാർട്സൊക്കെ റിപ്ലേസ് ചെയ്യണം. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പെയിൻറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫെയ്ഡായിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്, വൈസർ അങ്ങനെയുള്ള പാർട്സൊക്കെ ഇനി എന്തായാലും റിപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കുറച്ചല്ല, ഒരു മിററും, ഒരു പെയർ മിററും, പിന്നെ ഒരു പേര് ഇൻഡിക്കേറ്ററും കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൈ കിട്ടി സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ മിറർ. യമഹ R15 വെക്കുമ്പോഴത്തെ സ്റ്റെൽത്ത് മോഡൽ മിററാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. പിന്നെ ഇൻഡിക്കേറ്റർ ഇതായിരുന്നു നോർമലി ഫ്ലഷ് മൗണ്ട്, നോർമൽ കിറ്റുള്ള വണ്ടിക്കൊക്കെ വെക്കുന്ന ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ ആയിരുന്നു. സ്റ്റോക്ക് മിറർ വെക്കുന്ന ഹോൾസാണിത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റെൽത്ത് മോഡൽ വെക്കാൻ പോകുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ഓൾറെഡി ഫ്ലഷ് മൗണ്ട് ആണെങ്കിലും ഇത് നല്ല ഫെയ്ഡായി. ഇതിന് ഒരു സൈഡ് വർക്കും ചെയ്യത്തില്ല. ഇപ്പോൾ 220 മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തിട്ട് നമ്മുടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ 220 മിററും ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അപ്പോൾ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ആ മിറർ വെച്ചപ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇൻഡിക്കേറ്റർ സെയിം തന്നെ ആയതുകൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്സിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ചാനൽ വരുന്നതായിരിക്കും. മിസ്സാക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.